ഓരോ ദിവസവും പത്രങ്ങൾ എടുത്തു നോക്കിയാൽ, മീഡിയ തുറന്നു നോക്കിയാൽ ലഹരിക്കടിമപ്പെട്ടവരുടെ നീണ്ട നിരയാണ്. സ്വന്തം ഉമ്മയെയും ഉപ്പയെയും ഇട്ടേച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ചെറുപ്പക്കാരൻ, ഇറങ്ങി വന്ന ഒരു പെണ്ണിനെ കത്തി കൊണ്ട് കുത്തി മലർത്തുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം മീങ്ങാപ്പുഴയിൽ നിന്ന് നമുക്ക് വായിക്കേണ്ടി വന്നത്. ലഹരിയായിരുന്നു, എപ്പോഴും കത്തി കയ്യിൽ കരുതുമായിരുന്നു എന്നാണ്. വെഞ്ഞാറമൂടിൽ 5 പേരെ കൊലപ്പെടുത്തിയ ദാരുണമായ ഒരു കൊലപാതകത്തെ കുറിച്ച് ദീർഘദിവസം നമ്മൾ ചർച്ച ചെയ്തു. ആരാണ് ഇതിന്റെയൊക്കെ പ്രതികൾ? ഇന്നലെ മലയാള മനോരമയിൽ കോഴിക്കോട് ജില്ലയിലെ ലഹരി സ്പോട്ടുകൾ അടയാളപ്പെടുത്തുന്ന ഒരു വാർത്ത, ഓരോ സ്ഥലങ്ങളിലും എവിടൊക്കെയാണ് വ്യാപകമായി ലഹരി വിതരണം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ എഡിഷനിൽ അത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഓരോ നാട്ടിൻപുറങ്ങളിൽ പോലും ലഹരികൾ സുലഭമായി കിട്ടുന്ന ഒരു കാലത്ത് ലിബറലുകളാകാൻ, ഈ സമൂഹം അരക്ഷിതമാകണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന എത്തീസ്റ്റുകളുള്ള കാലത്ത് നിരീശ്വരവാദികളുടെ ശ്രമം തന്നെ എന്താണ്? മതമാണ് ഇവിടത്തെ കെട്ടഴിഞ്ഞ ജീവിതത്തിന് വിഘാതം എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മതത്തിന്റെ മൂല്യങ്ങളെ തകർത്തുകൊണ്ട് മതത്തെ പരിഹാസ വിധേയമാക്കണം, സമൂഹത്തിൽ എപ്പോഴും പരിഹസിച്ചുകൊണ്ടേയിരിക്കണം എന്ന് കരുതുന്ന ആളുകളുണ്ട്. നിങ്ങൾ നോക്കി, ഇസ്ലാമിനോടായിരിക്കും ഏറ്റവും കൂടുതൽ ഇത്തരം എത്തീസ്റ്റുകളാണെങ്കിലും നിരീശ്വരവാദികളാണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടാവുക. എക്സ് മുസ്ലിംസ് ഉണ്ടാവും, എക്സ് ഹിന്ദുസും ക്രിസ്ത്യൻസും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇസ്ലാമിനെ നിരന്തരമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ധാർമ്മിക മൂല്യങ്ങൾ ഇവിടെ നിന്നാൽ ഈ സമൂഹത്തെ അരക്ഷിതമാക്കാൻ കഴിയില്ല, അരാജകത്വമായ ഒരു സമൂഹമാക്കി ഈ സമൂഹത്തെ മാറ്റാൻ കഴിയില്ല എന്നതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മൂല്യങ്ങളെയൊക്കെ വിദ്യാർത്ഥികൾക്കിടയിലും സമൂഹത്തിനിടയിലും നിസ്സാരവൽക്കരിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഇവർ രംഗപ്രവേശനം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെയെങ്കിലും നമ്മുടെ കുട്ടികളിലേക്കോ നമ്മുടെ മക്കളിലേക്കോ കുടുംബങ്ങളിലേക്കോ ഈ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുകളും ലിബറൽ ചിന്താഗതികളും എല്ലാം കടന്നു വരുന്നുണ്ട്, നമ്മൾ അറിയാതെ വരുന്നുണ്ട്. നോക്കി നിങ്ങൾ, നമ്മൾ ഏത് സദസ്സുകൾ എടുത്തു നോക്കിയാലും 20 വയസ്സിന്റെ താഴെയുള്ള മക്കളെ നമുക്ക് കാണാൻ കഴിയില്ല. 25 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പൊ അടുത്ത് ബാലുശ്ശേരി ഭാഗത്തൊരു പരിപാടിക്ക് പോയി, യുവാക്കളുടെ വഴിതെറ്റുന്ന യുവാക്കൾ എന്നാണ് എനിക്ക് വിഷയം കിട്ടിയത്. ഞാൻ സദസ്സ് നോക്കിയപ്പോൾ ഒരൊറ്റ യുവാവ് ആ സദസ്സിലില്ല. എന്ത് യുവാക്കളെ പറ്റി പറയാനാ? ഈ വയസ്സായ ആളുകളോട് യുവാക്കളെ പറ്റി, യുവത്വത്തെ പറ്റി പറയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്? ദീനിൽ നിന്ന് അകന്നു പോകുന്നതല്ല ശരിക്ക്. വളരെ നിഷ്കളങ്കരായ എല്ലാവരും ശുദ്ധ പ്രകൃതക്കാരാണ്, എല്ലാവരും ശുദ്ധ പ്രകൃതക്കാരാണ്. ഈ ലഹരിക്ക് അടിമപ്പെട്ട് 5 പേരെയും 10 പേരെയും കൊലപ്പെടുത്തുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, അവന്റെ സാഹചര്യമാണ്, ആ നിമിഷമാണ്. ഒരു പക്ഷേ അവന് പശ്ചാത്താപം തോന്നിയേക്കാം, നന്നാവണം എന്നുള്ള താല്പര്യം തോന്നിയേക്കാം. ആ ഒരു പശ്ചാത്തലത്തിലേക്ക് കുട്ടികൾ കടന്നുപോയ ഒരു സാഹചര്യത്തെ കുറിച്ച് ഇനിയും നമ്മൾ വിചാരപ്പെടുന്നില്ലെങ്കിൽ അടുത്ത ഒരു ജനറേഷൻ ഭീതിജനകമായ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ച മൃഗീയത എന്ന് പോലും പറയാൻ പറ്റാത്ത, മൃഗങ്ങൾ പോലും ചെയ്യാത്ത കർമ്മങ്ങളിലേക്ക് അവർ ചെന്ന് പതിക്കുന്ന, നിപതിക്കുന്ന അതിദാരുണമായ ഒരു അവസ്ഥ നമുക്ക് കാണേണ്ടി വരും എന്നതിൽ സംശയമല്ല. നമ്മുടെ വീടകങ്ങളിൽ തർബിയത്ത് തുടങ്ങണം. പരിപാലനം, പാരന്റിംഗ് എന്ന് പറയുന്നത് തർബിയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഉത്തരവാദിത്വം ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് മുതൽ കുഞ്ഞിന്റെ ആരോഗ്യ സംബന്ധമായ, അവരുടെ സുരക്ഷാ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. വളരെ ഗൗരവത്തിൽ നോക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തർബിയത്ത് എന്നാൽ ഒരു വസ്തുവിനെ ആവശ്യമുള്ള സന്ദർഭത്തിൽ, ആവശ്യമുള്ള തോതനുസരിച്ച്, ആവശ്യമുള്ള സമയത്ത്, ആവശ്യമുള്ളതനുസരിച്ച് കൊടുക്കുന്നതിനാണ്, അത് കൊടുത്ത് അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നതിനാണ് തർബിയത്ത് എന്ന് പറയാം, പാരന്റിംഗ് എന്ന് പറയാം. അല്ലാഹു റബ്ബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഗർഭസ്ഥയായ ഒരു ശിശുവിനെ ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം കൊടുത്തുകൊണ്ട് പരിപാലിച്ചിരുന്നത്. ഗർഭത്തിലുള്ള കുട്ടിയെക്കുറിച്ച് അവര് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, കുട്ടിക്ക് പാല് കിട്ടിയിട്ടുണ്ടോ, ആ കുട്ടി ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് കുട്ടിക്ക് എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ പറ്റുമോ എന്നൊരു ഉമ്മയും ആശങ്കപ്പെടേണ്ടതില്ല. ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ടതെല്ലാം കൊടുക്കും, അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു ഉമ്മയും ആശങ്കപ്പെടേണ്ടതില്ല.
എന്നാൽ ആ ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഉമ്മയുടെ അമ്മിഞ്ഞയിൽ ചേർത്ത് വെച്ചാൽ മാത്രമേ ആ കുട്ടി മുല കുടിക്കുകയുള്ളൂ. ഒരു ഓർമ്മപ്പെടുത്തലുണ്ടതിൽ. നോക്ക്, കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ നിന്റെ കരുതൽ വേണം. അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇനി ആ മുല കൊടുക്കുന്ന സമയത്ത് തന്നെ ഉമ്മ ശ്രദ്ധിക്കാതെ കുട്ടിയുടെ അമ്മിഞ്ഞ കുഞ്ഞിന്റെ മൂക്കിൽ അമർന്ന് ശ്വാസം കിട്ടാതെ ഇരുന്നാൽ ആ കുട്ടിക്ക് കുതറി മാറിയിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ മരണപ്പെട്ടു പോകുന്നവരുണ്ട്. ഉമ്മ അങ്ങനെ ഉറങ്ങിപ്പോയിട്ട് മൂക്കിൽ അമ്മിഞ്ഞ അമർന്നുകൊണ്ട് മരണപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? ശ്രദ്ധിക്കണം, കുട്ടിയുടെ സുരക്ഷയുടെ ഉത്തരവാദിത്വം ഉമ്മ നിങ്ങൾക്കുണ്ടെന്നാണ്. വെറുതെ പറയുന്നതല്ല. എന്നാൽ ഇതൊരു പശുക്കുട്ടിയിലേക്ക് ചേർത്ത് നോക്കൂ നിങ്ങൾ. ഒരു പശു കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ പശുക്കുട്ടി പ്രസവിച്ച ഉടനെ നേരെ തന്നെ ചെല്ലുന്നത് ആ തള്ളപ്പശുവിന്റെ അകിടിലേക്കാണ്. ആരും കൊണ്ടുപോയി അതിനെ കുടിപ്പിക്കേണ്ടതില്ല. അത് നേരെ പോയി തന്നെ കുടിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിപരമായി തന്നെ ആ തർബിയത്ത് അല്ലാഹു തന്നെ നടത്തുകയാണ്. ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ പശുക്കുട്ടിയുടെ അടുത്തേക്ക് ഒരു വടിയുമായി നമ്മൾ അതിനെ അടിക്കാൻ വേണ്ടി പോയി നോക്കൂ. ആ പശു അവിടുന്ന് ഓടും. അതിനറിയാം ഇത് ഉപദ്രവിക്കാൻ വരികയാണ്. മനുഷ്യൻ അതല്ല. മനുഷ്യൻ സുരക്ഷാ സംബന്ധമായ എന്ത് പ്രതിസന്ധി വന്നാലും ആ ചെറിയ കുട്ടിക്ക് അതിൽ നിന്ന് കുതറി രക്ഷപ്പെടാൻ കഴിയില്ല. അത് ഉമ്മ ചെയ്യണം. ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ ഖുർആൻ പഠിപ്പിച്ച ദുആ ആണ്. റബ്ബിർഹംഹുമാ, ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കരുണ ചൊരിയണം. അവർ ഞങ്ങളോട് ചെറുപ്പത്തിൽ കരുണ കാണിച്ചതുപോലെ അവരോട് നീ കരുണ കാണിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാൻ പഠിപ്പിച്ചെടുത്ത് തന്നെ അതുണ്ട്. കമാ റബ്ബയാനി സഗീറാ, അവർ ഞങ്ങളോട് ചെറുപ്പത്തിൽ എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണം. അപ്പൊ ചെറുപ്പം മുതൽ തന്നെ, കുഞ്ഞിനെ ജനിച്ചതു മുതൽ തന്നെ അവരുടെ ഭക്ഷണ കാര്യങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലും അവരെ തർബിയത്ത് ചെയ്യുന്നതിലും ഓരോ ഘട്ടങ്ങളിലും ഉമ്മയും ഉപ്പയും നിർവഹിക്കേണ്ട ദൗത്യങ്ങളെ പറ്റിക്കൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മക്കൾ ഉണ്ടാക്കുന്നത് മുതൽ ഈ ജനറേഷന്റെ വഴികേടിനെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മക്കളുണ്ടാക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്ന സമയത്തുള്ള ചിന്തകൾക്ക് പോലും മക്കളിൽ സ്വാധീനമുണ്ടെന്നാണ്. ബന്ധപ്പെടുന്ന സമയത്തുള്ള ചിന്തകളിൽ പോലും മക്കൾക്ക് സ്വാധീനമുണ്ട്. മക്കളിൽ സ്വാധീനമുണ്ട്. അവരുടെ സ്വഭാവത്തിൽ സ്വാധീനമുണ്ട്. അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ, പൈശാചികതയെ തൊട്ട് ഞങ്ങളെ വിദൂരത്താക്കണേ. വജന്നിബിശ് ശൈത്താന മിമ്മാ റസഖ്തനാ, ഞങ്ങൾക്ക് നൽകുന്ന സന്താനങ്ങളിൽ നിന്നും പിശാചിനെ വാട്ടി ദൂരത്താക്കണം എന്ന് പറയാതെ നിങ്ങൾ പരസ്പരം ബന്ധപ്പെടരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കാരണം പൈശാചികത എത്രത്തോളം, ഇആനത്തു ത്വാലിബീനിൽ ഒരു ഹദീസ് കാണാം. ഭാര്യയും ഭർത്താവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ബിസ്മി ചൊല്ലാതിരുന്നാൽ അവരുടെ ലിംഗങ്ങളിൽ പിശാച് കടന്നുകൂടുകയും ഇവനോട് ഒന്നിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ സന്താനത്തിൽ പിശാചിന് കൂടി പങ്കുണ്ടാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോ ഇത് കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തുടക്കം മുതൽ തന്നെ കുട്ടികളെ പരിഗണിക്കണം. ഉമ്മമാര് മുല കൊടുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. മാത്രമല്ല ആ സന്ദർഭത്തിലുള്ള സംസാരത്തെ സൂക്ഷിക്കണം. ഗീബത്തും നമീമത്തും കളവും പറഞ്ഞുകൊണ്ട് കുട്ടിയെ മുലയൂട്ടരുത്. ഹറാമായ കാഴ്ചകൾ, സിനിമയും വേണ്ടാത്തരങ്ങളും കണ്ടുകൊണ്ട് കുട്ടിയെ മുലയൂട്ടരുത്. മുല കൊടുക്കുന്ന സമയത്തുള്ള ചിന്തകൾക്ക് പോലും മക്കളിൽ സ്വാധീനമുണ്ടെന്നാണ് ഇമ്മത്ത് രേഖപ്പെടുത്തുന്നത്.
അതുകൊണ്ട് ചെറിയ പ്രായം മുതൽ തന്നെ മക്കളെ പരിപാലിച്ചു കൊണ്ടുവരുന്നിടത്ത് അബദ്ധം പറ്റിയാൽ അത് വലിയ ഗൗരവത്തിലുള്ള വീഴ്ചകളായി നമ്മുടെ കുടുംബത്തിൽ അത് കാണാൻ കഴിയുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ നല്ലോണം ആലോചിക്കണം. ശുദ്ധ പ്രകൃതക്കാരായി അള്ളാഹു അമാനത്തായി ഏൽപ്പിച്ച മക്കളെ ഓരോ ഘട്ടങ്ങളിലും നല്ല രൂപത്തിൽ നമ്മൾ പരിചരിക്കേണ്ടതുണ്ട്. ഗസാലി ഇമാം പരിചയപ്പെടുത്തുന്നത് കാണാം. മനുഷ്യന്റെ അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, ഉപബോധ മനസ്സുണ്ടല്ലോ, ചെറിയ കുട്ടിയുടെ ഉപബോധ മനസ്സുണ്ടല്ലോ, 5 വയസ്സുള്ള 6 വയസ്സുള്ള എന്നല്ല 3 വയസ്സുള്ള കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ കഴിവുള്ള കുട്ടികളുടെ ചെറിയ മനസ്സിലേക്ക് നമ്മളറിയാതെ അവരറിയാതെ പല കാരണങ്ങളും കടന്നുകൂടുന്നുണ്ട്, പല സംഗതികളും കടന്നുകൂടുന്നുണ്ട്. നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ആ മക്കള് കാണുമ്പോൾ അവരുടെ അൺകോൺഷ്യസ് മൈൻഡ്, അവരുടെ ഉപബോധ മനസ്സ് അതിനെ ചോരണം ചെയ്യുന്നു. അതിനെ സ്വീകരിച്ചുകൊണ്ട് അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പരിസരങ്ങൾ ആദ്യം വളരെ ക്ലിയർ ആകണം. വീട്ടിലെ സാഹചര്യങ്ങൾ ക്ലിയർ ആകണം. ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാകണം. നല്ലൊരു ഇശാ മഗ്രിബിന്റെ ഇടയിൽ യാസീനും ഹദ്ദാദും ഓതുന്ന കുടുംബം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ മക്കളും ആ ഒരു പശ്ചാത്തലത്തിലേക്ക് ഇങ്ങനെ വരും. മക്കളെ കൈപിടിച്ചുകൊണ്ട് നന്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ വരും. അല്ലാതെ പുതിയ കാലഘട്ടമാണ്, കുട്ടികൾ ഇങ്ങനെയൊക്കെ ആവുള്ളൂ, ഇങ്ങനെ നടക്കുള്ളൂ, കുറച്ചൊക്കെ നമ്മൾ അങ്ങനെ അയച്ചു വിട്ടുകൊടുക്കണം എന്ന് കരുതിയാൽ ഒരു നിലക്കും മക്കളെ നമ്മൾ വിചാരിച്ച റൂട്ടിൽ കിട്ടൂല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പാരന്റിംഗ് ടെക്നിക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ലഅബുഹും സബ്ആ. 7 വയസ്സുവരെ കുട്ടികളോട് ഒന്നിച്ചുകൊണ്ട് കളിക്കണം എന്നാണ്. ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറയുന്നത് വളരെ വലിയ റോളുള്ളവരാണ്. വല്യമ്മ വല്യപ്പമാർ മക്കളുടെ രൂപീകരണത്തിൽ ഒരുപക്ഷെ പിതാവ് ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരായിരിക്കും. പലപ്പോഴും വീട്ടിൽ ഫ്രീ ആയി ഉണ്ടായിരിക്കുക ഒരുപക്ഷെ വല്യമ്മ വല്യപ്പമാരായിരിക്കും. പക്ഷെ കുട്ടികൾക്കിന്ന് മുതിർന്നവരോടുള്ള ബഹുമാനവും സ്നേഹവും എല്ലാം പോയി. അതിന് വലിയൊരളവോളം കാരണം ഈ പാരന്റ്സ് തന്നെയായിരിക്കും. മുതിർന്നവരുടെ സ്ഥാനവും മാനവും അവരുടെ മൂല്യവും ഈ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് ഭംഗം വന്നിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അഖറബു മാ യകൂനുൽ അബ്ദു ഇലല്ലാഹി വഹുവ സാജിദ്. ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ഏറ്റവും ബന്ധപ്പെടുന്ന സമയം, ഏറ്റവും അടുപ്പം പ്രാപിക്കുന്ന സമയം സുജൂദിൽ കിടക്കുന്ന സമയമാണ്. അഥവാ മുത്ത് നബി വളരെ ഗൗരവത്തിലുള്ള സമയമാണ് സുജൂദിൽ കിടക്കുന്ന നേരം. ആ സമയത്താണ് പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിരടിയിൽ പോയിരിക്കുന്നു. തങ്ങൾ അനങ്ങുന്നില്ല, അവിടെ തന്നെ ഇങ്ങനെ കിടന്നു കൊടുക്കുകയാണ്. മാത്രമല്ല പലപ്പോഴും ആ മക്കൾക്ക് കയറാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുമ്പിട്ട് കൊടുത്തിട്ട് ആനകളി കളിപ്പിക്കുന്നു, കുതിരകളി കളിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന വല്ലുപ്പയെ നമുക്കവിടെ കാണാൻ കഴിയുന്നത് എത്ര നല്ല സൈക്കോളജിക്കൽ ഇടപെടലാണ്, പേരക്കുട്ടികളോടുള്ള പെരുമാറ്റമാണ്. വീട്ടിലേക്ക് വരുമ്പോൾ മിഠായി കൊണ്ടുവരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികൾക്ക് ആഭരണം വാങ്ങിക്കൊടുത്ത അനുഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ ദൗത്യം പലപ്പോഴും നിർവഹിക്കാൻ നമ്മളെ വല്ലുമ്മമാർക്ക് കഴിയുന്നില്ല. അവരും മൊബൈൽ ഫോണിലാണ്, അവരും വേറെ പല ശുഗലിലുമാണ്. അവർക്ക് കുട്ടികളുടെ ഒച്ചപ്പാട് കേൾക്കാൻ പറ്റൂല. വീട്ടിൽ ചെന്നാ പിന്നെ മക്കളൊക്കെ മിണ്ടാതിരിക്കണം. ചില വല്ലുപ്പമാര് പറയും, ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് ചെന്നാൽ പിന്നെ കുട്ടികളൊക്കെ ശാന്തരാണ് എന്നെല്ലാവർക്കും പേടിയാണ്. വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയണാണ്. ലഅബുഹും സബ്ആ, പേടിപ്പിക്കരുത്. വല്ലുപ്പാരെന്ന് പറഞ്ഞാൽ കുട്ടികളെ സ്നേഹം പിടിച്ചു പറ്റേണ്ട സമയത്ത് സ്നേഹം പിടിച്ചു പറ്റണം. ഇത് കണ്ടൂടെ, മക്കൾ ഒച്ചപ്പാടുണ്ടാക്കണം, മക്കൾ ചാടിക്കളിക്കുന്നത് ഓടിക്കളിക്കുന്നതൊക്കെ ചിലർക്ക് ഇപ്പോഴത്തെ കാലം അങ്ങനായി. ഇവരെ പരിചരണം, ഇവരെ സ്വന്തം മക്കളെ പോലെ നോക്കാൻ കഴിയണം. സ്വന്തം മക്കൾ തന്നെയാണ്, മക്കളുടെ മക്കൾ തന്നെയാണ്.
അതുപോലെ നോക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്താൽ ഒരു പരിധി വരെ മക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. പക്ഷേ ഗ്രാൻഡ് പാരന്റ്സിന്റെ റോള് പോയി, പലപ്പോഴും പോയി. എല്ലാവരും മൊബൈൽ ഫോണില, വലിയൊരു മൊബൈൽ ഫോണില, വയസ്സുള്ളവരും എല്ലാവരും ഫോണില. ആ റോള് നമ്മൾ തിരിച്ചു പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എത്രയോ കാണാം. അഖറ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 2 പേരക്കുട്ടികളെ എടുത്തുകൊണ്ട് ഇങ്ങനെ ചുംബിക്കുകയാണ്. അപ്പോഴാണ് അഖറ ഇബ്നു ഹാബിസ് തങ്ങൾ പറഞ്ഞത്, നബിയേ, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇതുവരെ ഒരാളെയും ചുംബിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നഹു മല്ലാ യർഹം ലാ യുർഹം. ആധുനിക കാലം ആവർത്തിച്ചുകൊണ്ട് വായിക്കപ്പെടേണ്ട ഒരു ഹദീസാണ്, കേൾക്കേണ്ട മനസ്സിലാക്കേണ്ട വചനമാണ്. മക്കളോട് എത്രയാണോ അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്നത്, മക്കൾക്ക് എത്ര സമയം കൊടുക്കാനുണ്ടോ, എത്ര സ്നേഹവും കാരുണ്യവും നമ്മൾ പങ്കുവെക്കുന്നുണ്ടോ, അതനുസരിച്ചാണ് ഇങ്ങോട്ടും മക്കളിൽ നിന്ന് സ്നേഹം കിട്ടുക. ഇന്നഹു മല്ലാ യർഹം ലാ യുർഹം. അങ്ങോട്ട് സ്നേഹം കൊടുക്കാത്തവർക്ക് ഇങ്ങോട്ട് സ്നേഹം കിട്ടില്ലെന്നാണ്. ചെറിയ പ്രായം മുതൽ തന്നെ മക്കൾക്ക് സമയം കൊടുക്കണം. ലാഇബുഹും സബ്ആ, 7 വയസ്സ് വരെ കുട്ടികളോട് ഒന്നിച്ചുകൊണ്ട് കളിക്കണം, അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല. ഇസ്ലാമികമായ ടെക്സ്റ്റുകളിൽ എവിടെയും 7 വയസ്സ് വരെ കുട്ടികളെ അടിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മുറുസ്സബിയ ബിസ്സലാത്തി ഇദാ ബലഗ 7 സിനീൻ. 7 വയസ്സ് വരെ നിങ്ങൾ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്നാണ്. 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. മുറുസ്സബിയ ബിസ്സലാത്തി ഇദാ ബലഗ 7 സിനീൻ. 7 വയസ്സായാൽ. അവിടെ അടിക്കണം എന്നല്ല, അടിക്കാൻ പറയുന്നത് എപ്പോഴാ? 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരടിക്കണം എന്നാ പറയുന്നത്.